നമ്മൾ മോഡൽ ക്വസ്റ്റിൻ്റെ പാർട്ട് ബിയിലേക്ക് കയറുകയാണ്. അവിടെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 4 മാർക്ക് ക്വസ്റ്റ്യൻസ് 13 തൊട്ട് 24 വരെ 6 ക്വസ്റ്റ്യൻസ് 13 തൊട്ട് 24 വരെ 12 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ അകത്ത് 6 ക്വസ്റ്റ്യനാണ് നമുക്ക് എഴുതേണ്ടത്. 4 മാർക്ക് വീതമാണ് ക്വസ്റ്റ്യൻസിനുള്ളത്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. പാർട്ട് ബി. പാർട്ട് ബിയിലെ 13ാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. പാർട്ട് ബി എന്ന് ഞാൻ പേര് കൊടുത്തതേ ഉള്ളൂ. സെക്ഷൻ തിരിക്കാൻ വേണ്ടി പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ആയിട്ട് കൊടുത്തു. പാർട്ട് എയിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, പാർട്ട് ബിയിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ, പാർട്ട് സിയിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസ്, 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അന്നേരം ഇവിടെ 13ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 ഇത് യൂണിവേഴ്സൽ സെറ്റ്. ഇതൊരു യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ യു എന്നാണ് കൊടുക്കുന്നത്. ആൻഡ് എ ഈക്വൽ സെറ്റ് 1 2 3 4 ആൻഡ് ബി ഈക്വൽ ടു 3 4 5 ആർ 2 സബ്സെറ്റ്സ് ഓഫ് യു. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം യുവിലുണ്ട്. 1 2 3 4 ഇതിനകത്തുണ്ട്, 3 4 5 ഇതിനകത്തുണ്ട്. സബ്സെറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റ് അതിനകത്തുണ്ടെങ്കിൽ അത് സബ്സെറ്റാണ്, ഇത് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ സബ്സെറ്റാണ്. അങ്ങനെയാണ് ഈ ഒന്നാമത്തെ പറഞ്ഞേക്കുന്നത്. എ കോംപ്ലിമെൻറ്റ് റൈറ്റ് ദിസ് സെറ്റ്. എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ മൈനസ് ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണെന്ന് വെരിഫൈ ചെയ്യണം. നമുക്ക് യൂണിവേഴ്സൽ സെറ്റൊക്കെ ഒന്ന് എഴുതുക. നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്നു, നമ്മൾ പഠിക്കുകയും എഴുതുകയും നമ്മൾ എഴുതിയത് പരീക്ഷയ്ക്ക് എഴുതി നോക്കുന്നത് മാത്രമല്ല, നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അറിയാവുന്നവർ നിങ്ങൾ എഴുതിയത് അറിയാവുന്നവർ ശ്രദ്ധിച്ചിരിക്കുക, അറിയത്തില്ലാത്തവർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. ചിലപ്പോൾ ഈ യുവിൻ്റെ അകത്ത് 1 2 3 ചിലപ്പോൾ 4 ഇല്ലാതെ വരും, അത് ശ്രദ്ധിച്ചോണം. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആണ്. ബി ഈക്വൽ ടു സെറ്റ് 3 4 5. ഒന്നാമത്തെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എ കോംപ്ലിമെൻ്റ് ആണ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ ആണ്. എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു യു മൈനസ് എ. യുവിൻ്റെ അകത്ത് നിന്ന് എ എടുത്ത് കളയുക. യു മൈനസ് എ. നമ്മൾ 25ൽ നിന്ന് 5 എടുത്ത് കളയുമ്പോൾ ബാക്കി 20ൽ മിച്ചമുള്ളത്. 25ൽ നിന്ന് 5 എടുത്ത് കളയുമ്പോൾ ബാക്കി 25ൽ എന്ത് മിച്ചമുണ്ട് എന്ന് പറഞ്ഞതുപോലെ യുവിൻ്റെ അകത്ത് എ എടുത്ത് കളഞ്ഞ് യുയിൽ മിച്ചമുള്ളതാണ്. അന്നേരം നോക്കി 1 2 3 4 എടുത്ത് കളഞ്ഞപ്പോൾ എന്ത് മിച്ചം വന്നു? 5 6 മിച്ചം വന്നു. അടുത്തത് ബി കോംപ്ലിമെൻറ്റ്. ബി കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ യു മൈനസ് ബി ആണ്. യു മൈനസ് ബി സെറ്റ് യുവിൻ്റെ അകത്ത് നിന്ന് 3 4 5 അങ്ങ് എടുത്ത് കളയും. 3 4 5 എടുത്ത് കളയുമ്പോൾ സെറ്റ് 1 2 6. എല്ലാവർക്കും മനസ്സിലായി കാണും. യു മൈനസ് ബി, യുവിൻ്റെ അകത്ത് നിന്ന് ബി എടുത്ത് കളയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇതാണ്. എ മൈനസ് ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ആദ്യം നമുക്ക് എ മൈനസ് ബി ഒന്ന് കണ്ടുപിടിക്കാം. എ മൈനസ് ബി. എയ്ക്കകത്ത് നിന്ന് ബി എടുത്ത് കളയുക. ബി ആണ് എടുത്ത് കളയുന്നത്. 3 എടുത്ത് കളയാൻ പറ്റി, 4 എടുത്ത് കളയാൻ പറ്റി. എന്നിട്ട് എയിൽ മിച്ചമുള്ളതാണ് ശ്രദ്ധിക്കണം. എയിൽ പിന്നെ മിച്ചമുള്ളത് 1 2 ആണ്. പലർക്കും തെറ്റുപറ്റും. 1 2 5 എന്ന് എഴുതി വെക്കും. 5 ബിയിലാണ് മിച്ചമുള്ളത്. അന്നേരം എയ്ക്കകത്ത് നിന്ന് ബി എടുത്ത് കളഞ്ഞിട്ട് എയിൽ മിച്ചമുള്ളത്. അന്നേരം 3 4 എടുത്ത് കളഞ്ഞു. അന്നേരം 1 2 മിച്ചമുണ്ട്. അല്ലാതെ ബിയിൽ മിച്ചമുള്ളതിനെ പറ്റി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എ മൈനസ് ബി ആയി. അടുത്തത് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. നമ്മൾ ബി കോംപ്ലിമെൻറ്റ് എഴുതിയിട്ടുണ്ട് 1 2 6. എയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുക. എ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 2. രണ്ടിലുള്ളത് ഏതൊക്കെയാണ്? 1 2. 1 2 ഇതിലുണ്ട്. ഇൻ്റർസെക്ഷൻ രണ്ടിലുള്ളത് കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് എഴുതുക. അന്നേരം സെറ്റ് 1 2. അന്നേരം നോക്കിയാൽ നമ്മൾ നേരത്തെ എഴുതി വെച്ച ഉത്തരം 2 ഉത്തരമാണ്. ദെയർഫോർ എന്ന് പറയാം. ദെയർഫോർ എ മൈനസ് ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. വെരിഫൈഡ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് -1 0 1 2 3 ആൻഡ് ബി ഈക്വൽ സെറ്റ് 1 2 3 4 5 ബി 2 സെറ്റ്സ്. ഇത് റിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ആർ ബി റിലേഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ബന്ധമാണ് പറഞ്ഞത്, റിലേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റിലേഷൻ എപ്പോഴും ജോഡി ആയിരിക്കും. ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ 3. എക്സ് എടുക്കേണ്ടത് ജോഡിയിൽ എക്സ് എടുക്കേണ്ടത് എയ്ക്കകത്ത് എടുക്കണം, വൈ എടുക്കേണ്ടത് ബിക്കകത്ത് എടുക്കണം. എന്നിട്ട് പറയാം ലെറ്റ് എ ഈക്വൽ സെറ്റ് -1 0 1 2 3 ആൻഡ് ബി ഈക്വൽ സെറ്റ് 1 2 3 4 5.
എ എന്ന് പറഞ്ഞ ഫാമിലി ബി എന്ന് പറഞ്ഞ തമ്മിലുള്ള റിലേഷനാണ് എടുക്കുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ജോഡികളെ എക്സ് വൈ എന്ന് കൊടുക്കാം. ആ എക്സ് എടുക്കേണ്ടത് എയ്ക്കാകുന്നു, വൈ വരേണ്ടത് ബിക്കാകുന്നുമാണ്. അന്നേരം ഇവിടെ പറഞ്ഞേക്കുന്നത് എക്സും വൈയോട് കൂട്ടുമ്പോൾ 3 കിട്ടണം. എന്നാൽ ഇവിടെ നിന്ന് എടുത്തു നമുക്ക് അതിൻ്റെ റോസ്റ്റർ ഫോം എന്ന് എഴുതാം. ഒന്നാമത്തെ ആ റിലേഷൻ ഒന്ന് ആദ്യം എഴുതാം. റിലേഷൻ എന്ന് ആദ്യം എഴുതിയിട്ട് ആർ ഈസ് ഈക്വൽ ടു പറഞ്ഞേക്കുന്നത് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3, എക്സ് ബിലോങ്സ് ടു എ, വൈ ബിലോങ്സ് ടു ബി. നമുക്ക് ഒന്നാമത്തെ ആൻസർ എന്ന് എഴുതാം. ആർ ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ -1 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കുറച്ചും കൂടെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി വൈ എന്ന് പറഞ്ഞാൽ 3 - x ആണ്. 3 - x. അന്നേരം 3യിൽ നിന്ന് നമ്മളിവിടെ എക്സിന് ആദ്യം -1 കൊടുത്തു. -1 കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും? വൈ 3 - -1. എക്സിന് -1 കൊടുത്തപ്പോൾ -1ൻ്റെ ജോഡി ആരെന്ന് നോക്കാം. -1 കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ വൈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3നെ നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3നെ നമ്മൾ എങ്ങനെ എഴുതി? ഒന്നുകൂടെ പറയാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 എന്നാണ് നമ്മുടെ റിലേഷൻ. എക്സും വൈ കൊണ്ട് കൂടുമ്പോൾ 3, അതാണ് റിലേഷൻ. എൻ്റെ അകത്ത് വൈ ഈക്വൽ ടു 3 - x എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ ഈ എയ്ക്കൊന്ന് ഫാമിലി ഈ -1ൻ്റെ ജോഡി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. എന്നാൽ എക്സിന് -1 കൊടുത്തു കഴിയുമ്പോൾ ആദ്യം എക്സിന് -1 കൊടുക്കുമ്പോൾ വൈ ഈക്വൽ ടു 3 - -1 - പ്ലസ് ആയി 4 ആയി. ആ 4 ബിയിലുണ്ടോ എന്ന് നോക്കണം. 4 ബിയിലുണ്ട്. 4 ബിയിലുണ്ട്. അന്നേരം -1ൻ്റെ ജോഡി 4 ആയി. അടുത്തത് 0 കൊടുക്കുന്നു. 0 എടുത്ത് കഴിയുമ്പോൾ എങ്ങനെ വരും? വൈ ഈക്വൽ ടു 3 - 0, 3. അന്നേരം 0യുടെ ജോഡി 3 - 0 എന്ന് പറഞ്ഞാൽ 3 കിട്ടും. 0യുടെ ജോഡി 3 ഉണ്ടോ എന്ന് നോക്കണം. 3 ഉണ്ട്. ഓക്കെ. അടുത്തത് 1 കൊടുത്തു കഴിയുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു 3 - 1 ദാറ്റ് ഈസ് ഒരു 2 ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. അന്നേരം 1 കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 2 കിട്ടി. അടുത്തത് 2 കൊടുക്കുമ്പോൾ എങ്ങനെ വരും? 2 വൈ ഈക്വൽ ടു 3 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അവിടെ ഉണ്ട്. അന്നേരം 2 കൊടുത്തപ്പോൾ 1. ഇനി അടുത്ത് 3 കൊടുക്കാൻ പോവുക. വൈ ഈസ് ഈക്വൽ ടു 3 - 3 അന്നേരം 0. അന്നേരം വൈക്ക് 0 കിട്ടി. 0 ബിയിൽ ഇല്ലാത്തതുകൊണ്ട് അതില്ല. അന്നേരം ഇവിടെ ഉത്തരം പൂർത്തിയായി. അന്നേരം നമ്മൾ ഒന്നാമത്തെ ഉത്തരം എഴുതി. റോസ്റ്റർ ഫോം എഴുതി. റോസ്റ്റർ ഫോം ആർ ഈസ് ഈക്വൽ ടു സെറ്റ് -1 4 0 3 1 2 2 1. ഇനി രണ്ടാമത് എഴുതേണ്ടത് ഡൊമൈൻ. ഡൊമൈൻ ഈക്വൽ ടു ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന എലമെൻറ്റുകളാണ് ഡൊമൈൻ. അത് സെറ്റിനകത്ത് എഴുതണം. -1 0 1 2. ഇതാണ് ഡൊമൈൻ. അടുത്ത റേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടാമത് വരുന്ന സംഖ്യകളാണ്. 4 3 2 1. 4 3 2 1 രണ്ടാമത് വരുന്ന സംഖ്യയാണ് റേഞ്ച്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ നമ്മളിത് ചെയ്യാൻ എളുപ്പം നിങ്ങൾക്ക് പ്രശ്നം വരും. ഇത് സാധാരണ എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്ന റോസ്റ്റർ ഫോമിൽ റിലേഷൻ എഴുതാൻ ബുദ്ധിമുട്ട് വരും. എക്സ് പ്ലസ് വൈ ഒരു 3 ആണ്. നമ്മൾ ആ വൈ എക്സ് അവിടെ നിർത്തിയിട്ട് വൈ കണ്ടുപിടിക്കും. നമുക്ക് എക്സ് നമുക്ക് കൊടുക്കാമല്ലോ. എക്സിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. എക്സ് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. അന്നേരം വൈ കിട്ടണം. അന്നേരം വൈ ഈക്വൽ ടു 3 - x എന്ന് കൊടുത്താൽ അന്നേരം സൈഡിൽ നമ്മൾ എക്സിന് വില കൊടുത്തു കഴിയുമ്പോൾ ഓരോന്ന് കിട്ടും. ആ കിട്ടുന്ന ഉത്തരം ബിയിലുണ്ടെന്ന് നോക്കിയാൽ മതി. ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. നമുക്ക് ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. അത് ട്രിഗണോമെട്രി എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ചൂസ് വൺ ഓഫ് ദി പോസിബിൾ വാല്യൂ ഓഫ് എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ഫ്രം ദി ഫോളോയിങ് വാല്യൂ. രണ്ടാമത് ഈ സൈൻ എക്സ് ഒരു 3/5 എക്സ് ഇൻ ദി സെക്കൻഡ് ക്വാർട്ടർ ഫൈൻഡ് ദി വാല്യൂ ഓഫ് കോസ് എക്സ് ആൻഡ് ടാൻ എക്സ്. ഇത് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ചൂസ് വൺ ഓഫ് ദി പോസിബിൾ വാല്യൂസ് ഓഫ് എഫ് ഫ്രം ആർ ടു ആർ. എഫ് ഓഫ് എക്സ് ഒരു സൈൻ എക്സ്. അന്നേരം എക്സിന് എഫ് ഓഫ് എക്സ് സൈൻ എക്സ്. അന്നേരം ഈ സൈൻ എക്സിന് കിട്ടാവുന്ന വാല്യൂ, ഇതിനിവിടെ കിട്ടുന്ന എക്സിന് വില കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂസ്, സൈൻ എക്സിന് കിട്ടാവുന്ന വാല്യൂ, സൈനിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1നും 1നും ഇടയ്ക്കായിരിക്കണം. എന്ന് പറഞ്ഞാൽ 3 നോട്ട് പോസിബിൾ ആണ്, -3 നോട്ട് പോസിബിൾ ആണ്, 2 നോട്ട് പോസിബിൾ. അന്നേരം -1നും 1നും ഇടയ്ക്കുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എ ആണ്. അന്നേരം ഉത്തരം -2 ആണ്. അന്നേരം ഒന്നിൻ്റെ ഉത്തരം
ഒന്നിൻ്റെ ഉത്തരം അതിൻ്റെ -1/2 ആണ്. ഇനി രണ്ടാമത്തെ പറഞ്ഞേക്കുന്നത് sin x ഈക്വൽ ടു 3/5 ആണ്. 3/5 എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻ്റ് ഒരു ഫിഗർ വരയ്ക്കണം. സെക്കൻഡ് ക്വാഡ്രൻ്റ്, ഫസ്റ്റ് ക്വാഡ്രൻ്റ്, സെക്കൻഡ് ക്വാഡ്രൻ്റ് നമ്മളൊരു ഫിഗർ വരച്ചു. എക്സ് ആക്സിസ് വൈ ആക്സിസ്. നമ്മളിവിടെ സൈൻ തീറ്റ ഈക്വൽ ടു നമ്മളിവിടെ പഠിക്കുന്നുണ്ട് ഇങ്ങനെയാണ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു y/r എന്ന് പഠിക്കുന്നുണ്ട്. y/rൻ്റെ അന്നേരം ഇനി ഇവിടെ നമുക്ക് ഫിഗറിൽ ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, ഇത് ആറാണ്. ഇത് എക്സിൻ്റെ നെഗറ്റീവ് പാർട്ട് ആയതുകൊണ്ട് ഇത് നെഗറ്റീവ് സ്ഥലമാണ്. വൈ പോസിറ്റീവ് തന്നെയാണ്, അന്നേരം വൈ പോസിറ്റീവാണ്. ആർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ചെരിഞ്ഞ ദൂരമായതുകൊണ്ട് ആർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നമുക്കറിയാം സൈൻ തീറ്റ ഈസ് ഒരു y/r എന്ന് പറഞ്ഞ് നമ്മൾ ഫോർമുല കൊടുക്കും. സൈൻ തീറ്റ ഈസ് ഒരു y/r. y/rൻ്റെ സ്ഥാനത്താണ് എന്ത് വന്നിരിക്കുന്നത്? 3/5. അന്നേരം y എത്രയാണ്? y ഈക്വൽ ടു 3 വന്നു. r ഈക്വൽ ടു എത്ര വന്നു? 5 വന്നു. എന്നാൽ നമുക്ക് ഇവിടെ ഒരു ഫോർമുല ചെയ്തിട്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് എന്ത് പറയാം? x² + y² ഈക്വൽ ടു r². എന്ന് പറയുക x² നമുക്ക് എക്സിന് വാല്യൂ അറിയത്തില്ല. x² + y² എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ 9 ആയി, ഈക്വൽ ടു 5ൻ്റെ സ്ക്വയർ 25 ആയി. അന്നേരം x² ഈക്വൽ ടു എന്ത് വന്നു? 25 - 9 16 ആയി. അന്നേരം x ഈസ് ഈക്വൽ ടു 4 വരും, -4 വരും. നമുക്കിവിടെ x നെഗറ്റീവാണ് വരേണ്ടത്, നെഗറ്റീവാണ്. അന്നേരം നമുക്ക് എങ്ങനെ എടുക്കണം? x ഈസ് ഈക്വൽ ടു -4. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? cos x. cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? cos x ഈക്വൽ ടു cos തീറ്റ. അത് ഞാൻ മറ്റേ രീതിയിൽ പറയും. ഇവിടെ ആംഗിൾ x ആയിട്ട് വന്നേക്കുന്നതാണ് കൺഫ്യൂഷൻ. cos തീറ്റ ഈസ് ഈക്വൽ ടു x/r ആണ്. cos തീറ്റ ഈസ് x/r. അന്നേരം ഇവിടെ x/r എന്ന് പറഞ്ഞാൽ -4/r, -4/5. എന്നൂടെ പറയാം cos തീറ്റ ഈസ് ഒരു x/r. അന്നേരം cos x ഈസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് -4 ആണ്, r എന്ന് പറഞ്ഞാൽ 5 ആണ്. അടുത്തത് tan x ഈസ് ഈക്വൽ, നമുക്ക് tan തീറ്റ ഈസ് ഈക്വൽ ടു y/x എന്നറിയാം. y/x ഇവിടെ y എത്രയാണ്? y 3 ആണ്, x എത്രയാണ്? -4 ആണ്. നമ്മൾ താഴെ നമ്മൾ നെഗറ്റീവ് ഇടാറില്ല. ദാറ്റ് ഈസ് -3/4. താഴെ നമ്മൾ നെഗറ്റീവ് കാണിക്കാറില്ല, മുകളിലാണ് നെഗറ്റീവ് കാണിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ഇവിടെ sin x ഈക്വൽ 3/5 ആണ് ചോദ്യം തന്നത്. sin x ഈക്വൽ 3/5 എന്നാണ് ചോദ്യം തന്നേക്കുന്നത്. നമ്മൾ sin തീറ്റ ഈസ് ഈക്വൽ ടു ഒരു y/r എന്ന് തന്നിട്ടുണ്ട്. അന്നേരം വൈയുടെ സ്ഥാനത്ത് 3, ആറിൻ്റെ സ്ഥാനത്ത് 5 ആണ്. അന്നേരം പടം വരച്ചു, സെക്കൻഡ് ക്വാർട്ടറിൽ പടം വരച്ചു. എക്സ് നെഗറ്റീവാണ്, വൈ മുകളിലേക്കാണ്, പോസിറ്റീവ് പാർട്ടാണ്, ആർ ഈസ് പോസിറ്റീവ്. അന്നേരം വൈയുടെ വാല്യൂ 3ഉം ആറിൻ്റെ വാല്യൂ 5ഉം ആയി. നമുക്ക് എക്സ് കണ്ടുപിടിക്കുന്നു. x² + y² ഇത് r². അന്നേരം എക്സിന് 4ഉം -4ഉം കിട്ടി. എക്സ് നെഗറ്റീവ് പാർട്ടിലേക്ക് ആയതുകൊണ്ട് അത് x -4 എടുത്തു. cos തീറ്റ ഈസ് x/r എന്നറിയാം. എക്സിൻ്റെ വാല്യൂ -4, ആറിൻ്റെ വാല്യൂ 5. അന്നേരം -4/5. tan തീറ്റ ഈസ് y/x, വൈയുടെ വാല്യൂ 3, എക്സിൻ്റെ വാല്യൂ -4. താഴെ നെഗറ്റീവ് ഇടാറില്ല, അതുകൊണ്ട് 3/4. ഇനി 16ാമത്തെ ക്വസ്റ്റ്യനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യനാണ്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് ഫോർ ഓൾ n ബിലോങ്സ് ടു n 1 + 2 + 3 + etc. n ഈസ് ഈക്വൽ ടു n × n + 1/2. നമുക്ക് ക്വസ്റ്റ്യനെ നമുക്ക് ആദ്യം P ഓഫ് n എന്ന് പേര് കൊടുക്കാം. P ഓഫ് n എന്തായിരിക്കും? 1 + 2 + 3 + etc. പ്ലസ് n ഈസ് ഈക്വൽ ടു n × n + 1/2. n ഈസ് ഈക്വൽ ടു 1. എന്ത് വരും? P ഓഫ് 1 എന്ന് പറയുമ്പോൾ ഒരു ടേമേ ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്, റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? P ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഒരു P ഓഫ് 1 കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ n കാണുന്നിടത്ത് 1 കൊടുക്കുമ്പോൾ 1 + 2 1 + 1/2. ഇവിടെ 1 കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് വരും 1 × 1 + 1 2/2. അന്നേരം 2 × ക്യാൻസൽ ആയിപ്പോയി. അന്നേരം എത്ര കിട്ടി? 1 എന്ന് കിട്ടി. അന്നേരം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1, റൈറ്റ് ഹാൻഡ് സൈഡ് 1. Therefore P ഓഫ് 1 ഈസ് ട്രൂ. അടുത്തത് സപ്പോസ് ദാറ്റ് P ഓഫ് k ഈസ് ട്രൂ.
അന്നേരം പി ഓഫ് കെ എന്ത് വരും? പി ഓഫ് കെ 1 + 2 + 3 + എക്സെട്ര പ്ലസ് കെ. പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ kth ടേമേ ഉള്ളൂ, ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1/2. ഇനി എന്നിന് കെ പ്ലസ് 1 കൊടുക്കുക. ഇനി ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 പി ഓഫ് കെ പ്ലസ് 1. അങ്ങനെ എന്ത് വരും? കെ പ്ലസ് 1 എന്ന് പറയുന്നത് കെ കഴിഞ്ഞിട്ടുള്ളതാണ് കെ പ്ലസ് 1. കെ വരെ അങ്ങ് എഴുതാം. 1 + 2 + 3 + എക്സെട്ര പ്ലസ് കെ. അതിനുശേഷമാണ് കെ പ്ലസ് 1 ഈക്വൽ ടു. അന്നേരം കെ വരെ ഉള്ളതിന് സമ്മ നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? കെ ഇൻറ്റു കെ പ്ലസ് 1/2 പ്ലസ് അതിൻ്റെ കൂടെ എന്തുകൂടെ കൂട്ടണം? കെ പ്ലസ് 1 കൂടെ കൂട്ടണം. എന്നാൽ നമ്മളിവിടെ എപ്പോഴും സപ്പോസ് ചെയ്തേക്കുന്നത് എപ്പോഴും ഇവിടെ കൂട്ടണം, ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ 1 + 2 + എക്സെട്ര കെ ഈക്വൽ ടു കെ പ്ലസ് 1 സപ്പോസ് ചെയ്ത് ഇവിടെ ഉപയോഗിച്ച് മുന്നോട്ട് ഇതിൻ്റെ പ്രൂഫ് എഴുതാൻ പറ്റുള്ളൂ. എന്നാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ സ്റ്റെപ്പ് ഒന്നുകൂടി ഞാൻ ഇങ്ങോട്ട് എഴുതുന്നു. കെ ഇൻറ്റു കെ പ്ലസ് 1/2 പ്ലസ് കെ പ്ലസ് 1 അതാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എൽ സി ഒന്ന് എടുക്കാം. എൽ സി എം ഇവിടെ എൽ സി ഉള്ളതുകൊണ്ട് ന്യൂമറേറ്റർ അതുപോലെ തന്നെ എഴുതും. കെ ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് എൽ സി ഇല്ലാത്തതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു കെ പ്ലസ് 1. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കെക്ക് മാത്രം, അതുകൊണ്ട് ബ്രാക്കറ്റിൽ എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി രണ്ടിലുള്ളത് എന്താ? രണ്ടിലുള്ളത് കെ പ്ലസ് 1. കെ പ്ലസ് 1 പുറത്തേക്ക് എടുക്കുക. കെ പ്ലസ് 1 പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ 2ഉം കോമൺ ആയിട്ടുള്ളതായതുകൊണ്ട് 2ഉം പുറത്തേക്ക് എടുത്തു. അന്നേരം ഇവിടെ കെ പ്ലസ് 1 എടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കെ മിച്ചം വരും, ഇവിടെ ഒരു 2 മിച്ചം വരും. അതിനെ നമ്മളൊന്ന് ഭംഗിയാക്കി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2നെ കെ പ്ലസ് 1 + 1 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 2. അത് നമുക്ക് എങ്ങനെയാണ് വരേണ്ടത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതിന് സമ്മ് വരുമ്പോഴത്തേക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ കിട്ടണം? കെ പ്ലസ് 1 + 1/2 എന്ന് വേണം. അങ്ങനെ വന്നില്ലേ? കെ പ്ലസ് 1 + 1/2. ദെയർഫോർ എങ്ങനെ എഴുതാം? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. നമുക്ക് കൺക്ലൂഷൻ എങ്ങനെ എഴുതാം? then by the principle of mathematical induction, the result is true for all values of n. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി നമ്മൾ 17 പറയുന്നത്. ഒന്നാമത്തെ 17 രണ്ട് പാർട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് I is equal to √(-1), then I raised to 4. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് Z equal to 2 + A divided by 1 + 2 in the form A plus IB form. കോംപ്ലക്സ് നമ്പർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇതും ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ തന്നേക്കുന്ന ഒന്ന് ചെയ്യാം. I equal to √(-1) ആണ്. അയോട്ട എന്ന് പറഞ്ഞ ഗ്രീക്ക് ലെറ്റർ ആണ്. എൻ്റെ അന്ന് I is equal to √(-1) ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് I raised to 4. I raised to 4 എന്ന് പറഞ്ഞാൽ എന്താ? I raised to 4 എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്. അന്നേരം I² × I² എന്ന് എഴുതാം. നമുക്കിവിടെ I equal to √(-1). അന്നേരം അവിടെ ഇപ്പോഴും സ്ക്വയർ ചെയ്യുമ്പോൾ I² equal to -1 എന്നായി. ഇവിടെ സ്ക്വയർ ചെയ്യുന്നു, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ I² ആയി, ഇവിടെ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആയി. അന്നേരം ദാറ്റ് ഈസ് ഈക്വൽ ടു I² പകരം -1 കൊടുക്കാം, ഈ I² പകരം -1 കൊടുക്കാം. 1 × 1 1, 2 മൈനസ് വരുമ്പോൾ പോസിറ്റീവ്. അന്നേരം ഉത്തരം 1 ആണ്. അന്നേരം ഉത്തരം എ ആണ്. ഉത്തരം എ. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ട്, ഇത് ഒന്നാമത്തെ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് Z equal to 2 + 3i divided by 1 + 2i. ഇതിനെ A plus IB ഫോമിലാക്കണം. ഇതിന് ചെയ്യേണ്ടത്, ഈ താഴെ ഉള്ളതിൻ്റെ നടുക്ക് ചിഹ്നം മാറ്റി മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 - 2i. താഴെയുള്ളതിൻ്റെ നടുക്ക് 1 - 2i. അന്നേരം താഴെയുള്ള നടുക്ക് ചിഹ്നം മാറ്റി മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടിനും കിട്ടാൻ വേണ്ടി ഇത് ബ്രാക്കറ്റിൽ എഴുതുക. എന്നാൽ ശ്രദ്ധിക്കണം, നടുക്ക് ചിഹ്നം മാറ്റി എഴുതുക, എല്ലാത്തിനും വട്ടത്തിലേക്ക് ആക്കുക. എന്നിട്ട് മുകളിലത്തെ പോലെ ഗുണിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം 2 × 1 2, 2 × -2i -4i, 3i × 1 3i, പിന്നെ പ്ലസ് മൈനസ് ഒരു -6i².
ഡിവൈഡഡ് ബൈ താഴത്ത് നോക്കിയാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അന്നേരം എ സ്ക്വയർ 1 സ്ക്വയർ 1 മൈനസ് ബി സ്ക്വയർ 4i സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2iയുടെ സ്ക്വയർ 4iയുടെ സ്ക്വയർ i സ്ക്വയർ. നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 4iയും 3iയും എത്ര വരും? -4 + 3 -1i. ഇനി ഇവിടെ i സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -1 ആണെന്നറിയാം. എന്നാൽ ഇവിടെ ഇത് എങ്ങനെ വരും? -6 ഇൻറ്റു -1i ഡിവൈഡഡ് ബൈ 1 - 4 ഇൻറ്റു -1i. അന്നേരം നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 - 1i മൈനസ് പ്ലസ് 6i ഡിവൈഡഡ് ബൈ താഴെ എങ്ങനെയാവും? 1 + 4i. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇത് രണ്ടും കൂട്ടി കഴിയുമ്പോൾ 8 - 1i ഡിവൈഡഡ് ബൈ 5i. നമുക്ക് ഈ 5 ഇതിനും കൊടുക്കാം കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെ വരും? 8/5 മൈനസ് 1/5i. നമുക്കതിനെ ഭംഗിയാക്കി കഴിയുമ്പോൾ 8/5 പ്ലസ് i ഓഫ് i മാറ്റി കഴിയുമ്പോൾ -1/5. ഇതാണ് എ പ്ലസ് ഐ ബി ഫോം. ഇതാണ്. അന്നേരം ഇതിൻ്റെ അത് ശ്രദ്ധിക്കാനുള്ള താഴെയുള്ള നടുക്ക് ചിഹ്നം മാറ്റി നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് വിതരണ നിയമം. ഈ 2 ഇതിനും കൊടുത്തു അങ്ങനെ വിതരണ നിയമം ചെയ്താൽ മതി. താഴെയുള്ള നടുക്ക് ചിഹ്നം മാറ്റി മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. i സ്ക്വയർ വരുമ്പോൾ -6 ആണെങ്കിൽ അത് +6 ആവും, -4 + 4 ആയി. അത്രയും ചിന്തിച്ചാൽ അത് പെട്ടെന്ന് സ്റ്റെപ്പ് കുറച്ചാൽ കഴിയും. ഞാൻ സ്റ്റെപ്പ് മുഴുവൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ താഴെ വരുന്ന ഓരോന്നിനും കൊടുക്കുക. എന്നിട്ട് വരുന്നത് എ പ്ലസ് ആക്കിയിട്ട് i എടുത്തിട്ട് ഈ സൈൻ എടുത്ത് സംഖ്യയ്ക്ക് കൊടുക്കുക. ഓക്കെ, അന്നേരം ആ പ്രോബ്ലം കഴിഞ്ഞു. ഇനി നമ്മൾ 18ാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. 18ാമത്തെ 2 പാർട്ടുണ്ട്. z = 1 + i ദെൻ മോഡുലസ് ഓഫ് z കണ്ടുപിടിക്കണം. റെപ്രസെൻറ്റ് ദി എബോവ് കോംപ്ലക്സ് നമ്പർ. ഈ കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിലാക്കി മാറ്റണം. ഇതും കോംപ്ലക്സ് നമ്പറിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇത് ഫോക്കസ് ഏരിയയ്ക്ക് വെളിയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അന്നേരം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഒന്നാമത്തെ പാർട്ട് z = 1 + i ആണ്. z = 1 + i. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് z = x + iy ആണെങ്കിൽ x + i ആണെങ്കിൽ മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സിൻ്റെ വൈഡ് x² + y² എന്ന് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ എങ്ങനെ വരും? മോഡുലസ് z = ഇവിടെ എക്സിൻ്റെ വൈഡ് നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഭംഗിയാക്കുമ്പോൾ i1 എന്ന് എഴുതാം. i വെറുതെ നിൽക്കുമ്പോൾ i1 ഉണ്ട്. അന്നേരം റൂട്ട് ഓഫ് എങ്ങനെ വരും? റൂട്ട് ഓഫ് 1ൻ്റെ സ്ക്വയർ 1 + 1ൻ്റെ സ്ക്വയർ 1. അന്നേരം എന്ത് വരും? റൂട്ട് ഓഫ് 1 + 1 √2. ഒന്നുകൂടെ പറയാം. z x + iy ആണ് മോഡുലസ് z എന്ന് പറഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് വാല്യൂ പറഞ്ഞാൽ ലെങ്ത് ആയിട്ട് വരും. മോഡുലസ് z ലെങ്ത് ആയിട്ട് വരും. റൂട്ട് ഓഫ് x² + y² ആണ്. എക്സിൻ്റെ സ്ക്വയർ വൈയുടെ സ്ക്വയർ. എന്നിട്ട് ഇവിടെ 1ൻ്റെ സ്ക്വയർ i എന്ന് പറഞ്ഞാൽ i1 ഉണ്ട്. അന്നേരം 1ൻ്റെ സ്ക്വയർ 1. അന്നേരം 1 + 1 √2. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പർ z = ഇപ്പോൾ പറഞ്ഞ കോംപ്ലക്സ് നമ്പറിനെ എന്ന് പറഞ്ഞാൽ 1 + i i1 എന്ന് എഴുതാം. ആ കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോം ആക്കാം. പോളാർ ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ് r cos θ + i r sin θ എന്ന്. r cos θ + i r sin θ എന്നാണ്. അന്നേരം ഇതാണ് അതിൻ്റെ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട്. i വരുന്ന പാർട്ടാണ് ഇമാജിനറി പാർട്ട്. ഇത് റിയൽ പാർട്ട്, ഇത് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും? r cos θ = 1 r sin θ = 1. സ്ക്വയറിങ് ആൻഡ് ആഡിങ് ചെയ്യുമ്പോൾ r² cos² θ + r² sin² θ. r² പുറത്തെടുത്ത് കഴിയുമ്പോൾ r² cos² θ + sin² θ ആവും. cos² θ + sin² θ 1 ആവും. അന്നേരം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് r² ആവും. റൈറ്റ് ഹാൻഡ് സൈഡ് 1ൻ്റെ സ്ക്വയർ 1, 1ൻ്റെ സ്ക്വയർ 1. അന്നേരം r² = 2 ആവും. അന്നേരം r = എത്രയായി? √2 ആയി. r = √2 ആയി. നമ്മൾ മുമ്പ് ചെയ്ത കോംപ്ലക്സ് നമ്പർ അത് തന്നെ കിട്ടും. നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. r = √2. നമുക്ക് ഈ ആറിൻ്റെ വില ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ √2 cos θ എവിടെ കൊണ്ട് കൊടുക്കണം? ഈ ആറിൻ്റെ വില കൊണ്ട് ഇവിടെ കൊണ്ട് കൊടുക്കണം. ഇവിടെയും കൊണ്ടേ കൊടുക്കുക. അന്നേരം √2 cos θ = 1 √2 sin θ = 1. അന്നേരം cos θ എന്ത് വരും? cos θ ഈ റൂട്ടിൻ്റെ താഴേക്ക് വരയ്ക്കുമ്പോൾ 1/√2 ആയി. ഇവിടെ sin θ എന്തായി? 1/√2 ആയി.
അന്നേരം നമുക്ക് നോക്കിയാൽ 1/√2 1/√2 ജോഡി വരുന്ന ആംഗിൾ ഏതാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇങ്ങനെ 1/√2 1/√2 എന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ കോസിനും സൈനിനും ഒരേപോലെ വാല്യൂ വരുന്നത് തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രിയാണ്. 45നെ നമുക്ക് π/4 എന്ന് പറയാം. 45 ഡിഗ്രി അതിൻ്റെ റേഡിയൻ മെഷറാണ് π/4. അന്നേരം 1/√2 1/√2 ജോഡി വരുന്ന ആംഗിൾ കോസിനും സൈനിനും ഒരേ വില വരുന്നത് 45 ഡിഗ്രിക്കാണ്. തീറ്റ ഈക്വൽ ടു π/4. എന്നാൽ ഈ തീറ്റയുടെ വാല്യൂ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആറിൻ്റെയും തീറ്റയുടെ ഫോമിൽ അതിലേക്ക് എഴുതുക. എന്നാൽ therefore 1 + i = എങ്ങനെ എഴുതാം? 6 എന്ന് പറഞ്ഞാൽ √2 cos π/4 + i √2 sin π/4. ഇതാണ് പോളാർ ഫോം. √2 cos π/4 + i √2 sin π/4. നമുക്ക് അന്നേരം ഇവിടെ ഇത് എഴുതിയില്ലാലും കുഴപ്പമില്ല. ഈ ആറിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് എഴുതിയാൽ മതി. ഇതാണ് നമ്മൾ ഈ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നതാണ്. മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നതാണ് 6 കേട്ടോ. മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നതാണ് 6. എന്നാൽ നമുക്കിത് ഇപ്പോൾ എഴുതിയില്ലാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനും ഇവിടെ അവസാനിപ്പിക്കും. ഹൗ മെനി 4 ഡിജിറ്റ് 19ാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. ഇതും ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പർ ക്യാൻ ബി ഫോംഡ് യൂസിങ് ദി ഡിജിറ്റ്സ് 1 2 3 4 5. അസ്യൂം ദാറ്റ് റെപ്പിറ്റേഷൻ ഓഫ് ദി ഡിജിറ്റ് ഈസ് അലൗഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റെപ്പിറ്റേഷൻ ഓഫ് ദി ഡിജിറ്റ് ഈസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ 1 2 3 4 5 അത്രയും സംഖ്യകളുണ്ട്, നമ്പേഴ്സ് ഉണ്ട്. 1 2 3 4 5. ഇത് വെച്ചുള്ള 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം. എന്നാലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. റെപ്പിറ്റേഷൻ നമുക്ക് 4 ഡിജിറ്റ് നമ്പറാണ്. നമുക്ക് അതിൻ്റെ കളവെന്ന് വരയ്ക്കാം. ഇതാണ് 4 ഡിജിറ്റ് നമ്പർ. ഇവിടെ ഓരോ ഡിജിറ്റുകൾ വരും. അന്നേരം ഇവിടെ ഈ 5 സംഖ്യകളുണ്ട്. 5 സംഖ്യകളിൽ ഏത് സംഖ്യ വേണ്ടും നമുക്ക് ഇവിടെ 5 വരാം, 4 വരാം, 3 വരാം, 2 വരാം, 1 വരാം. എന്ന് പറഞ്ഞാൽ ആ 5 ഡിഫറൻറ്റ് ആദ്യത്തെ റെപ്പിറ്റേഷൻ ഓഫ് ദി അലൗഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 5 സംഖ്യകളിൽ 5 വരാം. എന്ന് പറഞ്ഞാൽ 1 വരാം, 2 വരാം, 5 ഡിഫറൻറ്റ് വേസിൽ വരാം. വീണ്ടും നമ്മളിവിടെ ഇപ്പോൾ ഉദാഹരണം ഇവിടെ 5 ഉപയോഗിച്ചാൽ വീണ്ടും റെപ്പിറ്റേഷൻ അനുഭവിച്ചിട്ടുണ്ട്. അന്നേരം വീണ്ടും ഇവിടെ 5 ഉപയോഗിക്കാം. അന്നേരം ഇവിടെ 5 ഉപയോഗിച്ച് വീണ്ടും ഇവിടെ 5 ഉപയോഗിച്ചു. അന്നേരം ഈ ഇവിടെ 1 2 3 4 5 എന്ന് പറഞ്ഞ സംഖ്യകളിൽ 5 രൂപത്തിൽ സംഭവിക്കാം. എന്ന് പറഞ്ഞാൽ 5 വരാം, 4 വരാം, 3 വരാം, 2 വരാം, 1 വരാം. ഇവിടെ രണ്ടാമത്തെ പ്ലേസിലും 5 നമുക്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് വീണ്ടും ഉപയോഗിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. അന്നേരം 5 ഡിഫറൻറ്റ് വേസിൽ വരും. ഇവിടെയും അതുപോലെ തന്നെ 5 ഡിഫറൻറ്റ് വേസിൽ വരും. ഇവിടെ 5 വരും. അന്നേരം നമ്മുടെ ഒന്നിൻ്റെ ആൻസർ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പർ ഈക്വൽ ടു എത്രയായിരിക്കും? 5/4. 5/4 എന്ന് പറയുമ്പോൾ എത്രയായി? 25 625 ആവും. 625 അല്ലേ? 25 × 25 625. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് റെപ്പിറ്റേഷൻ ഓഫ് ദി ഡിജിറ്റ് ഈസ് നോട്ട്. അവിടെ നമ്മൾ കളം വരയ്ക്കുന്നു. എന്നാൽ ഇവിടെ നമ്മുടെ കയ്യിൽ 1 2 3 4 5 ഉണ്ട്. 5 സംഖ്യകൾ 5 ഡിഫറൻറ്റ് വേസിൽ വരും. എന്ന് പറഞ്ഞാൽ 1 വരാം, അല്ലെങ്കിൽ 2 വരാം, അല്ലെങ്കിൽ 3 വരാം, അല്ലെങ്കിൽ 4 വരാം, അല്ലെങ്കിൽ 5 വരാം. 5 രൂപത്തിൽ. ഇനി 5 എന്ന് പറഞ്ഞ സംഖ്യ ഇവിടെ വന്നാൽ പിന്നെ 5 ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ സംഖ്യ ഏതൊക്കെയാണ് ഉള്ളത്? 1 2 3 4 ഉള്ളൂ. ആ 4 സംഖ്യകൾ 4 ഡിഫറൻറ്റ് വേസ് സംഭവിക്കാം. എന്ന് പറഞ്ഞാൽ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം. ഇനി ഇവിടെ 4 അല്ലെങ്കിൽ 3 വന്നെന്ന് കരുതുക. എന്നാൽ നമ്മുടെ 5 3 ഉപയോഗിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഏതൊക്കെയുള്ള സംഖ്യകൾ? 1 2 4 ഉള്ളൂ. അത് 3 സംഖ്യകൾ 3 ഡിഫറൻറ്റ് വേസിൽ വരാം. ഇവിടെ 2 ഡിഫറൻറ്റ് വേസ്. അന്നേരം നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പർ ഈക്വൽ ടു എത്ര വരും? 5 × 4 × 3 × 2 ദറ്റ് ഈസ് ഈക്വൽ ടു 20 × 6. 6 2 14 20 3 2 6 6 2 12 120 സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 120 സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. വളരെ സിമ്പിളാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ 20ാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. ഇത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ഇതും
ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20C12 = 20CR. ദെൻ വൺ ഓഫ് ദി പോസിബിൾ വാല്യൂസ് ഓഫ് ആർ. ആറിന് എടുക്കാൻ പറ്റിയ വാല്യൂ ഏതാണ്? രണ്ടാമത് ക്വസ്റ്റ്യൻ, എ ബാഗ് കണ്ടെയ്ൻ 7 റെഡ് ബോൾ ആൻഡ് 5 വൈറ്റ് ബോൾ. ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് വെയ്സ് ഇൻ വിച്ച് 3 റെഡ് ബോൾസ് ആൻഡ് 2 വൈറ്റ് ബോൾസ് ക്യാൻ ബി സെലക്റ്റഡ്. നമുക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 20C12 = 20CR. നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം പഠിപ്പിക്കുന്നുണ്ട്. NCA = NCB. NCA = NCB ആണെങ്കിൽ B = N-A നമ്മൾ പഠിക്കുന്നുണ്ട്. NCA = NCB ആണെങ്കിൽ B = N-A. അന്നേരം ഇവിടെ നോക്കിയേ, 20C12 = 20CR. അന്നേരം R = എന്ത് പറയാം? R is equal to N എന്ന് പറയുന്നത് ഇതാണ്, 20 - A 12, that is equal to 8. അന്നേരം ഇവിടെ ഉത്തരം എന്താണ്? 8 ആണ്. ഓക്കെ, അന്നേരം ഒന്നുകൂടെ പറയാം. NCA = ഇവിടെ വേറൊരു കേസ് വരുന്നുണ്ട്, 2 കേസ് വരുന്നുണ്ട്. വൺ ഓഫ് ദി പോസിബിൾ വാല്യൂസ്. വേറൊരു കേസിൽ വരുന്നുണ്ട് A = B എന്നും പറയാം. 2 കേസ് വരുന്നുണ്ട്, A = B എന്ന് പറയാം. ഇവിടെ 12 ഉണ്ടായിരുന്നെങ്കിൽ 12 ഉത്തരം എടുക്കാം. 12 വരുവാണെങ്കിൽ, അന്നേരം ഇവിടെ 12 ആണെങ്കിൽ ഇവിടെ 12 വരാം. അല്ലാത്ത രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് B = N-A. അന്നേരം B എന്ന് പറയുന്നത് N-A എന്ന് പറയുന്നത് R = ഇവിടെ ആറാണ് Bയുടെ സ്ഥാനത്ത്. R is equal to 20 - A 12, that is equal to 8. ഇനി സെക്കൻഡ് പാർട്ട്, രണ്ടാമത്തെ പാർട്ട് പറയുന്നത് എ ബാഗ് കണ്ടെയ്ൻ 7 റെഡ് ബോൾ ആൻഡ് 5 വൈറ്റ് ബോൾ. അന്നേരം ഒരു ബാഗ് നമ്മൾ വരച്ചു, 7 റെഡ് ബോൾ, അടുത്ത ബാഗിൽ 5 വൈറ്റ് ബോളാണ്. നമ്മൾ പറഞ്ഞേക്കുന്നത് നമ്പർ ഓഫ് വെയ്സ് ഇൻ വിച്ച് 3 റെഡ് ബോൾ ആൻഡ് 2 വൈറ്റ് ബോൾ ക്യാൻ ബി സെലക്റ്റഡ്. നമുക്ക് 3 റെഡ് ബോൾ സെലക്ട് ചെയ്യണം. 3 റെഡ് ബോൾ എന്ന് പറഞ്ഞാൽ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? അന്നേരം 7C3 വേസിൽ സെലക്ട് ചെയ്യാം റെഡ് ബോൾ. അതുപോലെ വൈറ്റ് ബോൾ എത്ര എണ്ണം സെലക്ട് ചെയ്യാം? 2 എണ്ണം വീതം എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 5C2 വേസിൽ സെലക്ട് ചെയ്യാം. അന്നേരം നമുക്ക് മൊത്തം എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 7C3 × 5C2 വേസിൽ നമുക്ക് സെലക്ഷൻ. അന്നേരം ടോട്ടൽ സെലക്ഷൻ ഈക്വൽ ടു 7C3 × 5C2 ആണ് അതിൻ്റെ ആൻസർ. 7C3 × 5C2. അന്നേരം 7C3 × 5C2, 7C3 എന്ത് വരും? 7 factorial divided by 7 - 3, 4 factorial × 3 factorial. അന്നേരം എത്ര വരും? 7, 6, 5, 4 തൊട്ട് പോയി, പിന്നെ ഒരു 3 factorial വരും. 3 factorial പറഞ്ഞാൽ 3 × 2 × 1, അന്നേരം 6 പോയി. അന്നേരം 35 വരും. 5C2 എന്ത് വരും? 5C2 എന്ന് പറഞ്ഞാൽ 5 factorial വ്യത്യാസം 3 factorial × 2 factorial. അന്നേരം നമുക്ക് എങ്ങനെ എഴുതാം? 5 × 4 × 3 തൊട്ട് വെട്ടിപ്പോയി, പിന്നെ ഒരു 2 വരും, അത് പോയിട്ട് 2, that is equal to 10, that is equal to 350 ആണ് അതിൻ്റെ ആൻസർ. 350 ആണ് അതിൻ്റെ ആൻസർ. ഇനി നമ്മൾ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. യൂസിങ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. അത് ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ, അത് മാത്തമാറ്റിക് റീസണിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് √7 √5 √2 ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. √5 ഒക്കെ ആയിരിക്കും വരുന്നത്. നമുക്ക് ഇത് പ്രൂഫ് വരുന്നത് √2 ഇറാഷണൽ ആണെന്ന് തെളിയിക്കണം. നമുക്ക് ആദ്യം തെളിയിക്കേണ്ടത് എന്താ? ടു പ്രൂവ് √2 ഈസ് ഇറാഷണൽ. √2 ഈസ് ഇറാഷണൽ ആണ് നമുക്കാണ് തെളിയിക്കേണ്ടത്. നമ്മൾ തെളിയിക്കുന്നതിന് നേരെ വിപരീതമായിട്ട് അസ്യൂം ദാറ്റ് √2 ഈസ് റാഷണൽ എന്നെടുക്കും. അസ്യൂം ദാറ്റ് √2 ഈസ് റാഷണൽ. നമുക്ക് തെളിയിക്കേണ്ടത് √2 ഈസ് റാഷണൽ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്തു? അതിന് നേരെ വിപരീതമായിട്ടുള്ളൊരു സംഭവം എടുത്തു. √2 ഈസ് റാഷണൽ എന്നെടുത്തു. അങ്ങനെ നമ്മൾ സങ്കല്പിക്കുകയാണ്.
അങ്ങനെ റാഷണലായിട്ട് എടുക്കും. റാഷണലാണ് ആണെങ്കിൽ നമ്മൾ റാഷണൽ എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യ, മലയാളത്തിൽ പറഞ്ഞാൽ ഭിന്നസംഖ്യ. ഭിന്നസംഖ്യ ആയിക്കഴിഞ്ഞാൽ പറഞ്ഞ ഉദാഹരണം, ഇപ്പോൾ ഭിന്നസംഖ്യ ഇപ്പോൾ 4/8 വന്നാലും അതിനെ നമുക്ക് വെട്ടി 2/4 എന്ന് എഴുതാം. 2/4 നമുക്ക് വീണ്ടും അതിനെ 1/2 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ വീണ്ടും കോമൺ ഫാക്ടർ ഇല്ലാത്ത രൂപത്തിലേക്ക് വരും. അന്നേരം √2 ഈസ് റാഷണലാണെങ്കിൽ അതിനെ നമുക്ക് ഏറ്റവും താഴത്തെ രീതിയിൽ എഴുതാൻ പറ്റും. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? √2 ഈസ് ഈക്വൽ ടു a/b എന്ന് എഴുതാൻ പറ്റും. ഭിന്നസംഖ്യ എഴുതാം. ഈ വെയർ a ആൻഡ് b, എയ്ക്കും ബിക്കും, a ആൻഡ് b ആർ ഇൻഡിജേഴ്സ് ആയിരിക്കണം. കൂടാതെ ഹാവിങ് നോ കോമൺ ഫാക്ടേഴ്സ്, കോമൺ ഫാക്ടർ ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 8/4 4/8 എന്ന് എഴുതിയാൽ ഇവിടെ 4നും 8നും കോമൺ ഫാക്ടർ ഉണ്ട്, 2 എന്ന് പറയുന്ന കോമൺ ഫാക്ടർ ഉണ്ട്. അങ്ങനെ കോമൺ ഫാക്ടർ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ എഴുതി വെച്ചു. അങ്ങനെയാണ് നമ്മൾ സങ്കല്പിച്ച് വെച്ചത്. അസ്യൂം ദാറ്റ് √2 ഈസ് റാഷണൽ. √2 നമ്മൾ a/b എന്ന് എഴുതി, അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് രീതിയിൽ എഴുതി വെച്ചു. വേർ a ആൻഡ് b ഇൻഡിജേഴ്സ്, എയും ബി സംഖ്യകളായിരിക്കണം. ഹാവിങ് നോ കോമൺ ഫാക്ടർ, എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഇല്ലാന്ന് നമ്മൾ സങ്കല്പിച്ച് വെച്ചു. സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെ വരും? സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ 2 ആയി, ഇവിടെ അത് a²/b². നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാവും? a² ഈക്വൽ ടു ഇംപ്ലൈസ് a² ഈക്വൽ ടു 2b² ആയി. അന്നേരം a² ഈക്വൽ 2b². അന്നേരം ഇവിടെ നമ്മൾ 2b² ഒരു ഞാൻ കഴിഞ്ഞ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് 24നെ 20നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഡിവൈഡഡ് ബൈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 5ഉം വേറൊരു സംഖ്യ ഉള്ളതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ 20ൻ്റെ അകത്ത് 5ഉം വേറൊരു സംഖ്യ ഉള്ളതുകൊണ്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2b² അകത്ത് 2 ഉള്ളതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 2b² ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 ഉള്ളതുകൊണ്ട് 2b² 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ 2b² a² തുല്യമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ 2 ഡിവൈഡ്സ് a² എന്ന് പറഞ്ഞാൽ a² എന്ന് പറഞ്ഞാൽ 2b² ആണ്. 2b² 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ 2b² ഈക്വൽ ആയിട്ടാണ് a² ഇരിക്കുന്നത്. അതുകൊണ്ട് a² 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇംപ്ലൈസ് a² 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 ഡിവൈഡ്സ് a എന്ന് പറയും. അന്നേരം 2 ഡിവൈഡ്സ് a, എയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2 ഡിവൈഡ്സ് a, എയെ 2 കൊണ്ട് ഒരു സാധനത്തെ 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 5 കൊണ്ട് വേറെ സാധനമുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ലെറ്റ് a ഈക്വൽ ടു 2k എന്ന് എടുക്കാം. a എന്ന് പറയുന്നത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എയ്ക്കകത്ത് 2ഉം വേറൊരു സംഖ്യയുണ്ട്. വീണ്ടും സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും? സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ സ്ക്വയർ ചെയ്ത് എന്താവും? a² ഈക്വൽ ടു അത് 4k² ആയി. അത് നമ്മൾ ഇവിടെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് a² ഈക്വൽ 2b² ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ a² ഈക്വൽ 4k² എന്നായി. ദറ്റ് ഈസ് എന്ത് പറയാം? ദറ്റ് ഈസ് 4k² ഈക്വൽ ടു 2b² ആയി. ഇവിടെ 2 കട്ട് ചെയ്ത് കളയുമ്പോൾ എത്ര വരും? 2k² ഈക്വൽ ടു b² ആയി. ഫോർ k² 2b². അന്നേരം നമുക്ക് ഇവിടെ ഇംപ്ലൈസ് അന്നേരം 2k² നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 2 ഉള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അന്നേരം ആ 2k² ആര് ഈക്വലാണ്? b² ഈക്വലാണ്. അതുകൊണ്ട് എന്താ പറയാം? 2 ഡിവൈഡ്സ് b² എന്ന് പറയാം. ഇംപ്ലൈസ് എന്ത് പറയാം? 2 ഡിവൈഡ് b എന്ന് പറയും. അന്നേരം നമുക്ക് എന്ത് കിട്ടി? ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് ആരുമില്ല, നോ കോമൺ ഫാക്ടേഴ്സ്. അന്നേരം ഇപ്പോൾ ആദ്യം നമുക്ക് എന്ത് കിട്ടി? അങ്ങനെ നമ്മൾ എഴുതി വെച്ചിട്ടാണ് മുന്നോട്ട് പോയത്. അന്നേരം എയ്ക്ക് 2 ഉണ്ട്, ബിക്കും 2 ഉണ്ടെന്ന് മനസ്സിലായി. അന്നേരം നമുക്ക് എന്ത് കിട്ടി? ദെൻ വി ഗെറ്റ് എന്ത് കിട്ടി? 2 ഡിവൈഡ്സ്
ടു ഡിവൈഡ്സ് ടു ആരെ ഡിവൈഡ് ചെയ്യുന്നു, എയും ബി. ടു ഡിവൈഡ്സ് എ ആൻഡ് ബി. നമുക്കെന്ത് പറയാം, എന്തുകൊണ്ടാണ് ദാറ്റ് ഈസ് ടു ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് എ ആൻഡ് ബി. 2 is a common factor of എ ആൻഡ് ബി. അന്നേരം എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഇല്ലെന്നാണ്. അന്നേരം നമുക്ക് എന്ത് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ. നമ്മൾ നേരത്തെ സങ്കല്പിച്ച് വെച്ചിരുന്നത് എന്താ, എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഇല്ലയെന്നാണ്. നമ്മൾ കോമൺ ഫാക്ടർ ഇല്ലയെന്ന് എഴുതി മുന്നോട്ട് പോയിട്ട് ലാസ്റ്റ് ഇപ്പോൾ എന്ത് കിട്ടി, എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഉണ്ടെന്ന് കിട്ടി. അന്നേരം നമ്മളിവിടെ അസ്യൂം ചെയ്ത കാര്യം തെറ്റാണ്. അത് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നേരെ വിപരീതമായിട്ട് കാര്യം കിട്ടി. അതുകൊണ്ട് ദെയർഫോർ എന്ന് പറയാം, ദെയർഫോർ റൂട്ട് 2 ഈസ് ഇറാഷണൽ. ഒന്നുകൂടെ പറയാം, ഇത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. നമ്മൾ റൂട്ട് 2 ഈസ് റാഷണൽ എന്നാണ് തെളിയിക്കേണ്ടത്. നമ്മൾ റൂട്ട് 2 റാഷണലാണെന്ന് എടുത്തു. റാഷണലാണെങ്കിൽ അത് ഭിന്നസംഖ്യയാണ്. ആ ഭിന്നസംഖ്യയ്ക്ക് കോമൺ ഫാക്ടർ ഇല്ലയെന്ന് നമ്മൾ എഴുതി വെച്ചു. വേറെ റൂട്ട് 2 ഈസ് എ ബൈ ബി, വേറെ എ ആൻഡ് ബി ആർ ഇൻഡിജേഴ്സ് ഹാവിങ് നോ കോമൺ ഫാക്ടർ എന്ന് എടുത്തു. സ്ക്വയർ ചെയ്യുമ്പോൾ 2 = എ സ്ക്വയർ ബൈ ബി സ്ക്വയർ, ദാറ്റ് ഈസ് എ സ്ക്വയർ = 2b സ്ക്വയർ. 2 ഡിവൈഡ്സ് എ സ്ക്വയർ, 2 ഡിവൈഡ്സ് എ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എയ്ക്കകത്ത് 2 വേറെ സംഖ്യയുണ്ട്. അതുകൊണ്ട് എ = 2k എന്ന് എടുത്തു. സ്ക്വയറിങ് എ സ്ക്വയർ = 4k സ്ക്വയർ, 4k സ്ക്വയർ = 2b സ്ക്വയർ. നേരത്തെ എ സ്ക്വയർ = 2b സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് 4k സ്ക്വയർ 2b സ്ക്വയർ. അതിന് 2k സ്ക്വയർ = b സ്ക്വയർ എന്ന് കിട്ടി. അത് 2 ഡിവൈഡ്സ് ബി സ്ക്വയർ ആയി, 2 ഡിവൈഡ്സ് ബി. അതായത് നമുക്ക് എന്ത് കിട്ടി, 2 ഡിവൈഡ്സ് എ, 2 ഡിവൈഡ്സ് ബി. 2 ഡിവൈഡ്സ് എ ആൻഡ് ബി. 2 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ്, രണ്ടുകൊണ്ട് എയെ ഹരിക്കാൻ പറ്റും, രണ്ടുകൊണ്ട് ബിയെ ഹരിക്കാൻ പറ്റും. അന്നേരം രണ്ടിനും 2 ഉണ്ട്. 2 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് എ ആൻഡ് ബി വിച്ച് ഈസ്, അന്നേരം നേരെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഇല്ല, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ. അതുകൊണ്ട് എന്ത് തെറ്റിപ്പോയി, നമ്മൾ റൂട്ട് 2 ഈസ് റാഷണൽ എന്നെടുത്ത കാര്യം തെറ്റിപ്പോയി. ചിലപ്പോൾ റൂട്ട് 2 ഈസ് ഇറാഷണൽ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. ഇത് ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യനാണ്. എ ലൈൻ cuts off equal intercept on the coordinate axis and passes through the point 2, 3. അങ്ങനെയാണെങ്കിൽ find the equation of the line, find the slope of the line obtained in 1. നമുക്ക് പറഞ്ഞേക്കുന്നത് ഈക്വൽ ഇൻ്റർസെപ്റ്റ് ഓൺ ദി കോർഡിനേറ്റ് ആക്സിസ്. നമുക്ക് 22 ചെയ്യുന്നത്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഒരു ലൈൻ കട്ട് ഓഫ് ദി ഈക്വൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് ഇൻ്റർസെപ്റ്റ്, ഈ ദൂരവും തുല്യമാണ്. അന്നേരം ഇത് എ ആണെങ്കിൽ ഈ ഇൻ്റർസെപ്റ്റ് ഈക്വൽ ഇൻ്റർസെപ്റ്റാണ്. എക്സിനെ കട്ട് ചെയ്ത് പോകുന്ന ദൂരവും വൈയെ കട്ട് ചെയ്ത് പോകുന്ന ദൂരവും തുല്യമാണ്, എ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻ്റർസെപ്റ്റ് ഫോം പഠിച്ചിട്ടുണ്ട്. ഇവിടെ എയും ഇവിടെ ബിയും ആണെങ്കിൽ ലൈൻ്റെ ഇക്വേഷനെ ഇൻ്റർസെപ്റ്റ് ഫോമിൽ ലൈൻ്റെ ഇക്വേഷനാണ് x/a + y/b = 1 ആണ്. എന്നാൽ നമുക്കിവിടെ എങ്ങനെ എഴുതാം, അതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ ഓഫ് ദി റിക്വയർഡ് ലൈൻ ഈസ്, നമുക്ക് x/a + y/b ആണ്. ഇവിടെ എ ആയതുകൊണ്ട് x/a + y/a = 1 എന്ന് കൊടുക്കാം. LCM കൊടുക്കുമ്പോൾ അങ്ങനെ വരും, LCM a. അന്നേരം LCM ഉള്ളതുകൊണ്ട് ന്യൂമറേറ്റർ x + y = 1 എന്നായി. ക്രോസ് മൾട്ടിപ്ലൈ എങ്ങനെയാവും, x + y = a എന്നായി. ഇനി ഈ ലൈൻ ഏതിലൂടെ കടന്നു പോകുന്നു, ആ ലൈൻ 2, 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ കടന്നു പോകുന്നു. ഇറ്റ് പാസസ് ത്രൂ 2, 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ കടന്നു പോകുന്നു. അന്നേരം ഈ ഇക്വേഷനിലെ പോയിൻ്റാണ്, ഈ ലൈനിലുള്ള പോയിൻ്റാണ് 2, 3. അതുകൊണ്ട് അത് ആ ലൈനിൻ്റെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആവും. അന്നേരം എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കാം. അന്നേരം 2 + 3 = a ആയി. അന്നേരം 5 = a ആയി. അന്നേരം എയുടെ വാല്യൂ എത്രയാണ്, 5 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഈസ് x + y =
5. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഈ ലൈനിൻ്റെ സ്ലോപ്പ്. എന്നാലും ലൈൻ ഏതായിരുന്നു നമുക്ക് ഇവിടെ തന്നേക്കുന്നത്? ഇപ്പോൾ ഈ മോളിൽ പറഞ്ഞത് ലൈൻ എന്ന് പറഞ്ഞാൽ x + y = 5 ആണ് ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? y ഇവിടെ നിർത്തുക. y = ഈ എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും -x, ഈ എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും -x + 5. എന്നാൽ നമുക്ക് ഇതിൻ്റെ അന്ന് സ്ലോപ്പ് എഴുതാം. സ്ലോപ്പ് = എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയാണ് സ്ലോപ്പ്. അങ്ങനെ സ്ലോപ്പ് = -1. സ്ലോപ്പ് = -1. അന്നേരം ലൈൻ എടുത്തിട്ട് x + y = 5. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ y അവിടെ നിർത്തുക. y = -x + 5. എക്സിൻ്റെ കോയിഫിഷ്യൻ്റാണ് സ്ലോപ്പായിട്ട് വരുന്നത്. സ്ലോപ്പ് -1. ഓക്കെ, അത് വളരെ സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു. ആ പ്രോബ്ലം നമുക്ക് കഴിഞ്ഞു. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് വിത്ത് വെർട്ടീസസ് ±5 0 ഫോക്കി ±4 0. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ലാറ്റർ സെക്ടം ഓഫ് ദി എലിപ്സ്. ഇത് കോണി സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇത് ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നേക്കുന്നത് വെർട്ടീസസ് തന്നിട്ടുണ്ട്. വെർട്ടീസസ് നമുക്കൊന്ന് എടുത്ത് എഴുതാം. അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് വെർട്ടീസസ്. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വെർട്ടീസസ് തന്നിട്ടുണ്ട് ±5 0. ഫോക്കൈ തന്നേക്കുന്നത് ±4 0. അന്നേരം ഇവിടെ ഇത് ഫസ്റ്റിലാണ് സംഖ്യകൾ വന്നേക്കുന്നത്. നമുക്ക് അതിൻ്റെ എലിപ്സിൻ്റെ പടം വരച്ച് കഴിയുമ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് സംഖ്യകൾ വന്നേക്കുന്നുണ്ട്. പടം ഇങ്ങനെ വരണം. ഫോക്കൈ വരുന്നത് ഇവിടെയാണ്. വെർട്ടീസസ് അത് രണ്ടും ഇങ്ങനെയാണ്. അന്നേരം ഇങ്ങനെ വരുമ്പോൾ ഇവിടെ മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. അന്നേരം ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് x²/x. മേജർ ആക്സിസ് എക്സ് ആക്സിസ് എക്സിൻ്റെ അടിയിൽ വലിയ സംഖ്യയാണ്. x² a² + y² b² = 1. ആദ്യ സംഖ്യകൾ വരുമ്പോൾ എക്സിൻ്റെ അടിയിൽ വലിയ സംഖ്യ എന്ന് ഓർത്താൽ മതി. ആദ്യ സംഖ്യകൾ വരുമ്പോൾ എക്സിൻ്റെ അടിയിൽ വലിയ സംഖ്യ. അന്നേരം വെർട്ടീസസ് എന്ന് പറയുന്നത് ആണ്. നമുക്ക് വെർട്ടീസസിൻ്റെ ±a0 എന്നാണ് പറയുന്നത്. അന്നേരം a3 ആയി. വെർട്ടീസസ് ±a0. അന്നേരം a = 5 ആയി. നമ്മൾ ഫോസി പറയുന്നത് ±ae0 ആണ്. അന്നേരം ae = 4 ആണ്. ae = 4 ആണ്. നമുക്ക് എലിപ്സിൻ്റെ ഒരു b² നമ്മൾ പഠിച്ചിട്ടുണ്ട്. എലിപ്സിൻ്റെ b² = a² × 1 - e² നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ b² = a² ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a² × 1 a² e² പഠിച്ചിട്ടുണ്ട്. അന്നേരം ദാറ്റ് ഈസ് b² = a² എത്രയാണ്? a 5 ആയതുകൊണ്ട് 25. a² e² എത്രയായി? 16 ആയി. അന്നേരം 25 - 16 = 9 ആയി. അന്നേരം നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടി നമുക്ക് എഴുതാം. ഇക്വേഷൻ ഓഫ് ദി റിക്വയർഡ് എലിപ്സ് ഈസ് എങ്ങനെയാണ് വരേണ്ടത്? x²/a² + y²/b² = 1. നമുക്കെങ്ങനെ എഴുതാം? x²/a = 5 ആണ്. a² വരുമ്പോൾ 25 + y²/9 = 1. അങ്ങനെ പറയാം. ഇവിടെ കോർഡിനേറ്റ് എടുത്ത് കഴിയുമ്പോൾ വെർട്ടീസസിൻ്റെയും ഫോക്കൈയുടെയും കോർഡിനേറ്റുകൾ നോക്കിക്കഴിയുമ്പോൾ ആദ്യമാണ് സംഖ്യകൾ വരുന്നത്. അതുകൊണ്ട് എക്സ് ആക്സിസിലാണ് എലിപ്സ് വരുന്നത്. അന്നേരം എക്സിൻ്റെ അടിയിൽ വലിയ സംഖ്യ എഴുതണം. അന്നേരം ഇക്വേഷൻ വരുന്നത് x²/a² + y²/b² = 1 എന്ന് വരണം. വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ് ±a0 എന്ന. അന്നേരം a = 5 ആയി. ഫോക്കൈ എന്ന് പറഞ്ഞാൽ ±ae0 ആണ്. a = 4 ആയി. എലിപ്സിൻ്റെ b² = a² × 1 - e² ആണ്. a² = a² - a² ആണ്. അന്നേരം b² = a² val 25 - a² e². a = 4 ആണ്. അന്നേരം a² 9 ആയി.
അങ്ങനെ 16 25 16 9 നമ്മൾ എയുടെ വാല്യൂ കൊടുത്തു, ബിയുടെ വാല്യൂ കൊടുക്കുമ്പോൾ ഉത്തരവായി. ഓക്കെ, ഇനി അതിൻ്റെ ബി പാർട്ട്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്റ്റമാണ്. ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2b² ആണ്. 2b². ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്റ്റം 2b² b² എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 9/a എന്ന് പറഞ്ഞാൽ 5. അന്നേരം എത്ര വന്നു? 18/5. ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്റ്റം 2b²a. അന്നേരം 2 × b², 9/a 5, 18/5. അന്നേരം 23ാമത്തെ പ്രോബ്ലം കഴിഞ്ഞു. അതിൽ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് dy/dx ഇഫ് y = x² + 1 / x + 1. ഇത് ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പാർട്ട് ബിയിലെ 4 മാർക്ക് ക്വസ്റ്റ്യൻസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് y എന്ന് എടുത്തെഴുതാം. y = x² + 1 / x + 1 ആണ്. നമുക്ക് അത് കോഷ്യൻ്റ് റൂളാണ് അല്ലേ. മുകളിലും താഴെയുള്ള ഫങ്ഷൻസ് ആണ്. മുകളിലും താഴെയും ഫങ്ഷൻസും കോഷ്യൻ്റ് റൂളാണ്. നമുക്കറിയാം dy/dx = ഡിനോമിനേറ്റർ ഇൻറ്റു താഴത്ത് നമ്മൾ എഴുതി x + 1 ഇൻറ്റു മുകളിലത്തെ ഡെറിവേറ്റീവ്. x² ഡെറിവേറ്റീവ് 2x, 1 ഡെറിവേറ്റീവ് 0 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു x² + 1 ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 1 ഡെറിവേറ്റീവ് 0 ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അന്നേരം x + 1 സ്ക്വയർ. നമുക്കത് പെട്ടെന്ന് പറയാം. താഴത്തേത് ഇൻറ്റു മുകളിലത്തെ ഡെറിവേറ്റീവ് മൈനസ് മുകളിലത്തേത് ഇൻറ്റു താഴത്തെ ഡെറിവേറ്റീവ് താഴത്തേതിൻ്റെ സ്ക്വയർ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ദറ്റ് ഈസ് ഈക്വൽ ടു x + 1 ഇൻറ്റു 2x + 0 എന്ന് പറഞ്ഞാൽ 2x ആയി മൈനസ് x² + 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ x + 1 സ്ക്വയർ. ദറ്റ് ഈസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയായി? 2x ഇൻറ്റു x 2x², 1 ഇൻറ്റു 2x മൈനസ് x² മൈനസ് 1 മൈനസ് x² മൈനസ് 1 ഡിവൈഡഡ് ബൈ x + 1 ഹോൾ സ്ക്വയർ. ദറ്റ് ഈസ് ഈക്വൽ ടു 2x² x² പോയി കഴിയുമ്പോൾ x² പ്ലസ് 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ x + 1 ഹോൾ സ്ക്വയർ. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 6 മാർക്ക് ക്വസ്റ്റിൻ്റെ പാർട്ട് സി ആണ്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഞാൻ 3 പാർട്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്. അന്നേരം പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അത് അടുത്ത വീഡിയോയിൽ കാണാം. പാർട്ട് സി എന്ന് പറഞ്ഞാൽ 25 മുതലുള്ള ക്വസ്റ്റ്യൻസ് 6 മാർക്ക് 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 6 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ കാണാം.